എല്ലാ സാക്കിർ ഭായ് ചായ കുടിക്കാൻ പോവാ. പോവാ, എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ അടുത്ത് ഒരു 10-60 ഉറുപ്പ ഉണ്ട്, അതിന് കുടിക്കാം. അത് മതി. എല്ലാ ആ പഹന് കൊടുക്കാൻ പോണേ, അവന് കുടിക്കേ. അജിനെന്തിനാ വിളിച്ചേ? അന്നെ ഞാൻ വിളിച്ചതേ അന്റെ വക ഞങ്ങൾ ചായ വേണം. ഞങ്ങളെ രണ്ടാളത്തും പൈസ ഇല്ല. അതിന് നിങ്ങൾക്ക് രണ്ടാക്കും ഫ്രീ കിട്ടുന്ന ചായക്കട ഇവിടെ ഇല്ലല്ലോ. ചായ ഇല്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് നല്ല പൊരിക്കടിച്ച് മേടിച്ചു തരാണെങ്കിലേ നമ്മളെ ആജ് ഗ്രൂപ്പിന്റെ പൊരിക്കടി കൊട്ടാരുണ്ട് തിരൂരങ്ങാടി, അവിടെ പാട്ട് പാടിക്കാണ്ട് പൊരിക്കടി നല്ലോണം തിന്നാ. അതിക്ക് മേടിച്ചു തരുമോ? പൊരിക്കടി എത്രയും വേണം തിന്നോളി, ചായ കിട്ടൂലട്ടാ. ആ പൂതിച്ചിട്ട് വരണ്ട, നിങ്ങൾ പൊരിക്കടി വലിക്ക് എത്രയും കൊടുത്തോളി, ചായ കൊടുക്കരുതിട്ടാ. അല്ല, ഇവർക്ക് ചായ കൊടുക്കണ്ടേ? പൊരിക്കടി മാത്രം കൊടുത്താൽ മതിയോ? നിങ്ങൾ ചായ കൊടുത്തു പോരുത്, ചായ കൊടുക്കേണ്ട സ്വഭാവം മാറും. തിന്നൂടി ആണെങ്കില് പിന്നെ ഒരു 2 ചായ കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ. മോനാളി ചായ കൂടി കുടിച്ചിക്കണ്, അതിന്റെ പൈസ മോള് ചായ കുടിച്ചെടുത്ത് പറഞ്ഞല്ലേ, പൊരിക്കടി മാത്രമേ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇവിടെ ചായക്ക് പൈസ കൊടുക്കണ്ട, ഇവിടെ ചായ ഫ്രീ ആണ്. ആ ബോർഡുമൊക്കെ നോക്കാണ്. അമ്മാർ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ലാഭം, ഒന്ന് തന്നിട്ടല്ല. അത് 100 രൂപ ആയിട്ടുള്ളൂ. അതായിട്ടുള്ളൂ. ഇവിടെ സുലൈമാൻ ഇല്ലാത്ത വേറെ എന്തൊക്കെയുണ്ട്? സുലൈമാൻ അല്ലാതെ പിന്നെ പാൽച്ചായ, കോഫി, ഹോർലിക്സ്, ബൂസ്റ്റ്, ഫ്രഷ് ലൈം ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു കാര്യം പറയണ്ടേ, നമ്മൾ ഇതേപോലെ ഷോപ്പുകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. പ്രവാസികളൊക്കെ വിട്ട് നാട്ടിൽ സെറ്റിൽ ആവാനൊക്കെ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടാവും. അവർക്ക് ഒറ്റയടിക്ക് നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചിട്ട് അവർക്ക് ഇതേപോലെ സ്ഥാപനം തുറന്നു കൊടുക്കാം. അവർക്ക് ഡെയിലി ഒരു 1000 രൂപ കൂലിയും, കിട്ടുന്ന ലാഭത്തിൽ നേർ പകുതി അവർക്ക്. നമ്മൾ യൂസുഫ് കാസർഗോഡ് നിന്ന് വന്നതാണ്. ഉപരിക്ക് നമ്മള് പാറാളപ്പള്ളി നേർച്ച നടക്കുന്ന ഭാഗത്ത് ഒരു ഷോപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പാർക്കിങ്ങിലൊക്കെ ഇതേപോലെ ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ സെറ്റപ്പ് ആക്കി അവർക്ക് നാട്ടിൽ തന്നെ ഒരു വരുമാനമാക്കി കൊടുക്കും. നല്ല കാര്യം.